ഇപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ കൂടുതലും ചാക്കോച്ചന്റെ സൗണ്ട് അനുകരിക്കുന്നു, കാണാനും ചാക്കോച്ചനെ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പൊ ഇടയ്ക്ക് തോന്നാറുണ്ടോ ഇല്ല എനിക്കൊരു അതിന്ന് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം, അങ്ങനത്തെ രീതിയിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ കള്ള പറയത്തില്ല. എനിക്ക് എന്റേതായ ഒരു ഇത് വേണം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഞാൻ എന്താ പറയാ, ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കും, പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നിനും അങ്ങോട്ട് പൂർണ്ണതയിലായിട്ട് എത്തിയിട്ടില്ല. പിന്നെ മിമിക്രിയാണ് ഏറ്റവും ഇതായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വഴി തന്നെ ആയിരിക്കും. ഇപ്പൊ ലൈവ് വോയിസസ് ആണ് കൂടുതൽ ചെയ്യാറ്. ഇപ്പൊ പറഞ്ഞല്ലോ പണ്ടത്തെ മിമിക്രി ആർട്ടിസ്റ്റ് കൂടുതലും ഡയലോഗ്സ് പഠിക്കണമെങ്കിൽ ഇപ്പത്തെ കൂടുതലും ലൈവ് വോയിസസ് ആണ് ചെയ്യാറെന്നൊക്കെ. ഇപ്പൊ ഈ ലൈവ് വോയിസസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണല്ലോ. കാരണം ഇപ്പൊ ഒരു ഡയലോഗ് പഠിക്കണമെങ്കിൽ നമുക്കത് കാണാണ്ട് പഠിക്കാൻ ഓക്കെ ആളിങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. ലൈവ് വോയിസസ് നമ്മൾ മാറ്റി മാറ്റി ചെയ്യണം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് തന്നെ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചത്? അത് നമുക്ക് ഭാവി നമുക്ക് നല്ലൊരു ഇതാണ്. കാരണം ഇപ്പൊ നമ്മൾ ലൈവ് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് അപ്പൊ അതേ ഇപ്പൊ പുതിയൊരു സിനിമാനം കാണാം. ഇപ്പൊ നടന്മാര് വന്നിട്ടില്ല ഡബ് ചെയ്യാൻ, ചെറിയ ഫുള്ള് കിട്ടത്തില്ല, കുറച്ചൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പൊതുവെ നമ്മള് മിമിക്രി ചെയ്യുമ്പോഴും കോമഡി ചെയ്യുമ്പോഴും ഓരോ സിറ്റുവേഷനിലും കുറെ ട്രെൻഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാം? നമ്മൾ ട്രെൻഡിന്റെ പറയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാറുണ്ട്. എങ്ങനെ അത് ഫോളോ ചെയ്തോണ്ടേയിരിക്കും. നമുക്ക് പുതിയതാണല്ലോ വേണ്ടത്. പഴയതും ചെയ്യും. നമ്മളിപ്പോ അത്യാവശ്യം ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറയുമ്പോൾ നമ്മളിപ്പോ പഴയതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് പേര് പറഞ്ഞത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്തത്? എങ്ങനെയാണ് ആ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്ന് മനസ്സിലായേ? നമ്മുടെ ശബ്ദത്തിന് മാച്ച് ആവുന്നത് അങ്ങനെയാണ്. അപ്പൊ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ നോക്കാറുണ്ടോ? വേറെ ഞാൻ മറ്റേ ഈ വയലിൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു നാൾ നിർത്തി വെച്ചേക്കുവാ. വെസ്റ്റേൺ ആയിരുന്നു. അല്ല ഇപ്പൊ ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ശബ്ദം ഈക്വൽ ആണെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും നോക്കാറുണ്ടോ? ഫേവറേറ്റ് ആക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ദുൽഖർ സൽമാനൊക്കെ ഇപ്പത്തെ ഒരു യൂത്തിന്റെ ഇടയിൽ ഭയങ്കര ഇങ്ങനെ ഫേമസ് ആയി നിൽക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കാറുണ്ടോ? ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ യൂത്തന്മാർ, അതായത് ദുൽഖർ സൽമാന്, ജയസൂര്യ, പിന്നെ ഇമ്പാക്ട് വരുത്തും എന്നുള്ള രീതിയിൽ ഷൈൻ ടു ചാക്കോ, പിന്നെ നമ്മുടെ അബിക്കയുടെ മോൻ, അങ്ങനെ